അവിടുന്ന് ദോ ഇരിക്കുന്നു. ഇത് വേണ്ട അല്ല, എടുത്ത് നിക്കണം എവിടെ ആയാലും. കറുപ്പിന്റെ ഷെയ്ഡാന്ന് തോന്നുന്നല്ലേ. പാടൊന്നും എനിക്ക് വേണ്ട ഉണ്ണി. സീച്ചേട്ടനെ കണ്ടു ഗായ്സ്, അടിപൊളിയാണ് ഗായ്സ്. ഹലോ കുട്ടികളെ, അപ്പൊ നാളെ ഉത്രാടം കേട്ടോ. ഉത്രാടത്തിന്റെ തലേന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ തവണ നേരത്തെ പോയായിരുന്നു, പക്ഷെ ഇത്തവണ എനിക്ക് ഇവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എല്ലാം കൂടെ നടന്നുകൊണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കണമെന്നോ എനിക്ക് അല്ലെങ്കിൽ ഓണത്തിന്റെ അങ്ങനെ ഒരു ചിന്തയെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം നിന്ന് തിരിയാൻ സമയമില്ല. അപ്പം ഞാൻ ഇന്ന് നാളെ ഉത്രാടമാണ്. അപ്പോൾ പറ്റുണ്ടല്ലോ, ഞാൻ ബ്ലൗസൊക്കെ നേരത്തെ തയ്പ്പിച്ച് വെക്കും സാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ ഞാൻ വിചാരിച്ചു ഉള്ളതൊക്കെ വെച്ച് കൊടുക്കാന്ന്. അങ്ങനെ കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് തയ്പ്പിച്ച് കിട്ടാനൊക്കെ പാടല്ലേ. അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സായിട്ടോ ഇട്ടത്. ഞെട്ടണ്ടുണ്ണി, ഇതെന്റെ അളുക്കുടുക്ക് സാധനങ്ങളാണ് മുഴുവൻ. സൺസ്ക്രീൻ കുറയ്ക്കണ്ട. സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ മുഖം എണ്ണത്തോണിയിൽ മുക്കിയ പോലെ ഇരിക്കും. അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. പൗഡർ ഇട്ടിട്ട് അത് നന്നായിട്ട് അപ്പി അങ്ങ് എടുത്ത് മാറ്റും. അപ്പി എടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ തുടച്ചങ്ങ് മാറ്റും കേട്ടോ. കാരണം പൗഡറിൻ്റെ ആ ഒരു വെള്ള ഷെയ്ഡ് ഉണ്ടല്ലോ, അതെനിക്ക് മുഖത്ത് വരുന്നത് ഇഷ്ടമല്ല. അപ്പുക്കുട്ടൻ്റെ സ്പൈഡർമാൻ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയണേ. അതൊന്ന് കാണിച്ചിട്ട് അവനങ്ങ് പോയി. എന്നിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കുറച്ച് ബ്ലഷ് എടുത്ത് കവളിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഈയിടെയായിട്ടാണ് ഞാനിങ്ങനെ ബ്ലഷ് ഇടുന്നത്. ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഇപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ മാത്രം മുകളിലും താഴെയും നന്നായിട്ട് കുറച്ച് കട്ടി കൺമഷി വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ട് എൻ്റെ ഒരുക്കം ഇത്രയേ ഉള്ളൂ. സൺസ്ക്രീൻ ഇടുമ്പോൾ എൻ്റെ മുഖം കുറച്ച് ഓയിലി പോലെ ആവും. അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ റെഡി ആയിട്ട് കഴിഞ്ഞു. മുടിയൊക്കെ കെട്ടി വെച്ചു. എനിക്കിന്ന് മുടി ഇങ്ങനെ കെട്ടിയിട്ടും ഒന്നും സെറ്റ് ആവുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷോൾ ഇടണമെന്നുണ്ട്, പക്ഷേ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഷോൾ ഇല്ല. അതുകൊണ്ട് പിന്നെ സാരമില്ല, പോട്ടെ. അപ്പം ഞാൻ റെഡി. ഇനി അപ്പുക്കുട്ടനെ ഞാൻ റെഡിയാക്കി നിർത്തിയേക്കാണ്. ഇനി ഏട്ടൻ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ പോകാം കേട്ടോ. മതിലൊക്കെ പെയിന്റ് അടിക്കുന്ന കാണിച്ചു തരണം. നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ ദാ അവിടെ പൊക്കും കേട്ടോ. കുറച്ച് പൊക്കി ഗ്രാസൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഏകദേശം ഇത്രയായിട്ടുണ്ട്. പെയിന്റ് അടിക്കാൻ വേണ്ടി ചേട്ടന്മാരുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും ഒരുവിധം പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞാണോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കൂട്ടനാണെങ്കിൽ ഫുൾ ടൈം അങ്ങ് സ്പൈഡർമാൻ്റെ വരയും പിടിയൊക്കെ തന്നെ ദാണ്ടിരിക്കുന്നു, വരയ്ക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യം അപ്പുക്കുട്ടൻ വീട്ടിലിരുന്ന് സ്ലിപ്പർ ഇട്ടുകൊണ്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഏട്ടൻ ഷൂ എടുത്ത് വിട്ടിട്ട് അത് ഇടാൻ വേണ്ടി അവനോട് പറഞ്ഞു. ഇറങ്ങാൻ നേരത്ത് ബുക്കും പെൻസിലും ഒക്കെ എടുത്തിട്ടുണ്ട്. അവന് കാറിലിരുന്ന് പടം വരയ്ക്കാനാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു കാറിൽ അല്ലെങ്കിൽ പുറത്തിരുന്നായാലും ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അപ്പുക്കുട്ടന് ബോറടിക്കില്ലേ, അവൻ അവിടെ ഇരുന്ന് പടം വരച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് അപ്പുക്കുട്ടൻ എന്താ ഇറങ്ങുകയാണ്. വണ്ടിയുടെ ബാക്കിൽ പോവല്ലേ. അങ്ങനെ ഇറങ്ങാൻ നേരത്തെ ഞാൻ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ച് കേട്ടോ. എന്തോ എനിക്കിപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്. പുറത്ത് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങി. കറക്റ്റ് 11:47 നമ്മൾ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ എവിടെയൊക്കെ പോയി എന്തൊക്കെയായിരിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഏത് കടയിലാണ് പോകുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഒഴുക്കിനങ്ങ് പോവുക അല്ലേ ഏട്ടാ? അതെ. അങ്ങനെ ഒഴുക്കിന് നമ്മൾ ചെന്നെത്തിയത് കൊല്ലത്തിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ആർക്കേലായിരുന്നു കേട്ടോ. നല്ല ഒരുവിധം തിരക്കൊക്കെ അകത്തുണ്ടായിരുന്നു. ആദ്യം ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ ലൈറ്റും ഇതുമായിട്ടൊന്നും സെറ്റ് ആവുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം നിന്ന് അവിടുത്തെ ലൈറ്റും ഇതുമായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ഞാൻ നേരെ ചുരിദാർ വാങ്ങാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ, നമ്മൾ കയറി ചെല്ലുന്ന ഫ്ലോറിൽ തന്നെയാണ് ഈ ചുരിദാറിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. പിന്നെ അവിടെ നിൽക്കുന്ന അനിയത്തിമാർക്കും ചേച്ചിമാർക്കും ഒക്കെ കല്യാണി അപ്പുക്കുട്ടനെ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് ചെറിയ ചമ്മലോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങ് സിങ്കായി. വന്ന പാടെ ഞാൻ ആദ്യമായിട്ട് എടുത്തത് ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പൊതുവേ കുറച്ച് നിറങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതിലൊന്നാണ് ഈ ഡാർക്ക് പിങ്ക് കളർ. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് ബ്രൈറ്റ് നിറങ്ങളൊക്കെ സെലക്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വച്ചപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏട്ടൻ എന്നോട് അവിടെ നിന്ന് പറയാം, ഇത് കോമൺ അല്ലേ എന്ന്. കാരണം ഈ ഒരു കളർ തന്നെ ഡ്രസ്സ് എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കോമൺ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചാണകപ്പച്ച ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഞാൻ ചോദിച്ചു, ഈ ആദ്യം എടുത്ത ഡ്രസ്സിൻ്റെ തന്നെ വേറെ നിറം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അരിച്ചു പറക്കിയിട്ട് പറഞ്ഞു, അങ്ങ് വലത്തേറ്റത്ത് മൂലയ്ക്ക്
വേറൊരു നിറം ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അത് വലിച്ചടിപ്പിച്ചിട്ട് അത് ദേഹത്ത് വെച്ച് നോക്കി കേട്ടോ. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണാൻ ഇതിലൊക്കെ ഒരു 100 ഇരട്ടി ഭംഗി കൂടുതലാണ് കേട്ടോ ഇതിനെല്ലാം. എൻ്റെ കാര്യം പറഞ്ഞാൽ എക്സാം ഹാളിൽ പരീക്ഷ ഇരിക്കുന്ന പോലെ കേട്ടോ. പരീക്ഷയ്ക്ക് പേപ്പർ അങ്ങോട്ട് തരുമ്പോൾ നമ്മൾ പതുക്കെ ആങ്ങി തൂങ്ങിയിരിക്കും. അതുപോലെ തന്നെ ഈ 2 ഡ്രസ്സും എടുത്ത് ഞാൻ കുറച്ചധികം നേരം നിന്ന് കേട്ടോ, ഏതെടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ എന്തിനാ ദൈവമേ ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്ന് കാശ് കൊടുത്ത് മൈക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ ഓടിച്ചെന്ന് ബാഗ് തുറന്ന് മൈക്ക് എടുത്ത് അങ്ങ് ഫിറ്റ് ചെയ്തു. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ട്. രസമില്ലേ? രസമില്ലേ? ഇതിന്റെ വേറെ നിറം ഉണ്ടോ? പോ അവിടുന്ന്. ദോ ഇരിക്കുന്നു. ദോണ്ട് നോക്ക് അങ്ങോട്ട് മോളില് ചാട്. അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ച അടുത്ത ഷെയ്ഡ് ഒരു മുന്തിരിങ്ങ ഷെയ്ഡായിരുന്നു കേട്ടോ. പക്ഷെ അതിന് അത്രയും ഭംഗി എനിക്ക് തോന്നാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞങ്ങ് എടുത്ത് മാറ്റി വെച്ചു. കൊള്ളാമോ ഇല്ലയോ നിങ്ങൾ പറയണേ. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഈ നിറത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനതങ്ങ് വെച്ചു. വീഡിയോ ഓഫ് ചെയ്യരുത്. സ്വിച്ചറിനെ പിടിച്ച് ഞാൻ നിർത്തിയേക്കാം. ഒരു കാരണവശാലും വീഡിയോ ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞ് സ്വിച്ചറിനെ വിരട്ടി നിർത്തിയേക്കും കേട്ടോ. ഞാൻ അവിടുന്ന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ സൈഡിൽ ഇച്ചിരി റേറ്റ് ഉള്ള സൈഡാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വെറുതെ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചൊന്നും. എത്ര രൂപ ചേച്ചി? മോളെ എത്ര രൂപയാടാ? അറിയാതെ വായി ചേച്ചിനെ വരത്തുള്ളൂ. 4599. ടീച്ചറെ കുറച്ച് മുമ്പ് കൊള്ളാന്ന് പറഞ്ഞേ. ഷോൾ ഏതാ? ഈ പച്ച നല്ല രസമുണ്ടെന്ന് സീച്ചേട്ടൻ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കിതങ്ങോട്ട് തൃപ്തിയാണെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ ലൈറ്റ് കളറായ പോലെ, എനിക്കല്ലെങ്കിലും ഡാർക്ക് കളറല്ലേ പിടിക്കത്തുള്ളൂ. അങ്ങനെ ഇത് ഞാൻ വച്ച് നോക്കിയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വെച്ചു. ഈ ഒരു സെക്ഷനിൽ ഫുള്ള് വിലക്കൂടിയ സാധനങ്ങളാട്ടോ ഇരിക്കുന്നത്. നമ്മുടെ പ്രൈസ് റേഞ്ചിനനുസരിച്ച് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോയി എടുക്കാം. ഞാനിത് വെറുതെ എടുത്തെടുത്ത് നോക്കിയതാണ്. എനിക്ക് കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സീച്ചേട്ടന് ഇഷ്ടമല്ല. എൻ്റെ കയ്യിൽ ഒരുപാട് കറുപ്പുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇതും കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എടുത്ത് നിൽക്കണം എവിടെ ആയാലും. ഇതൊരു തരം പിങ്കാണ്, പക്ഷെ ഭയങ്കര ബ്രൈറ്റ് കളറിലെ പിങ്കാണ് കേട്ടോ. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു എനിക്ക് ചേരില്ല എന്നാ, പക്ഷെ വച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലുള്ള സെക്ഷന് മൊത്തം ഇതുപോലെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതും വച്ച് നോക്കി കണ്ണാടി നോക്കി കുറച്ച് നേരം ഞാൻ ആസ്വദിച്ചിട്ട് അതും തിരിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലെ ഒരു റെഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഡോട്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കിത് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് തിരിച്ച് അതുപോലെ വെച്ച് ഓക്കെ ഈ സെക്ഷൻ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു റെഡ് എടുത്ത് കയ്യിൽ തന്നത് കേട്ടോ. ഇതെനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചൊമ്പൊക്കെ ഇല്ലേ, ആ ഒരു ചൊമ്പെന്നൊക്കെ പറയാം. എവിടെയെങ്കിലും പോയി ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ഒരു കളറായിട്ടിരിക്കും. 4200. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു ഇതിൻ്റെ റെഡ് കളറിന് മാത്രമേ ഇത്ര എടുപ്പുള്ളൂന്ന്. ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ അതിനൊന്നും ഇത്രയും ഭംഗി എനിക്ക് തോന്നിയില്ല. എനിക്കെന്നല്ല അവിടെ നിൽക്കുന്നവരും പറഞ്ഞു കേട്ടോ അത്രയും ഭംഗി തോന്നിയില്ലെന്ന്. പക്ഷേ ഇതൊരു രക്ഷയില്ല, അതുപോലെ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ആ ഡ്രസ്സിൻ്റെ ഭംഗി കൊണ്ട് എനിക്കത് ഇങ്ങനെ നമ്മളിങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കത്തില്ലേ, അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. നല്ല രസമാണ് കേട്ടോ. കൈയുടെ ഭാഗം എന്താ ഇതുപോലെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വരും. നല്ല രസമാണ്, നല്ല ത്രെഡ് വർക്കാണ്. എനിക്കൊന്നും പറയാനില്ല, അത്രയും ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഭംഗി കൂടുതൽ കൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നേരം ഇതും പിടിച്ചുകൊണ്ട് നിന്ന് കേട്ടോ. അവസാനം ടീച്ചറിനെ എന്നോട് പറഞ്ഞു നീ ഇത് എടുത്തോ. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ ജാടയിട്ട് പറഞ്ഞു വേണ്ട എനിക്ക് ഇത്ര ആർഭാടമൊന്നും വേണ്ടാന്ന്. പക്ഷേ ഞാനത് എടുത്തു ഗൈസ്. എനിക്ക് റെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ വേറെ കളേഴ്സിനൊന്നും ഇത്ര എടുപ്പില്ല. പക്ഷേ ഇതിന് 4000 സംതിങ് രൂപ. അതുകൊണ്ട് മാത്രം ഞാനത് തിരിച്ചു വയ്ക്കുന്നു. വേണ്ട, അത്രയും ആർഭാടമൊന്നും എനിക്ക് വേണ്ട ഉണ്ണി. എനിക്ക് വേണ്ട. 3000 കളർ എടുത്തു കേട്ടോ. ഈ വീഡിയോ കാണുന്ന കളറല്ല ഇത്, നേരിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയ്ക്കകത്ത് ഒരുമാതിരി നീലിച്ചോ പച്ചിച്ചോ എങ്ങനെയോ ഇരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിറം ഇങ്ങനെയല്ല കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ സ്കിന്നുമായിട്ട് അത്ര മാച്ച് ആവുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അല്ലാതെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മോളിൽ പോയി എല്ലാവർക്കും നോക്കിയിട്ട് സെറ്റ് ആവുകയാണെങ്കിൽ, എൻ്റെ ബഡ്ജറ്റ് ഓക്കെ ആവുകയാണെങ്കിൽ വാങ്ങിക്കാം. ഇല്ലെങ്കിൽ കണ്ണീരൊരുക്കി തിരിച്ച് വീട്ടിൽ ഈ ഷോൾ എനിക്ക് തരുമോ? ആന്നാ. അപ്പോൾ അർച്ചന ചേച്ചിക്ക് എടുത്തു, ശ്രു ചേച്ചിക്ക് എടുത്തു, എനിക്കെടുത്തു. ഇനി ഷീജാൻറ്റിക്കാട്ടോ എടുക്കാനുള്ളത്. അപ്പം ഞങ്ങളൊക്കെ നല്ല കടും നിറങ്ങളാണ് ഞാൻ നോക്കിയെടുത്തത്. കാരണം അവരൊക്കെ അത് ഇടും എന്ന് എനിക്കറിയാം. ഷീജാൻറ്റി പക്ഷേ കടും നിറങ്ങൾ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു പള്ളിയിലൊക്കെ പോകേണ്ടതല്ലേ. അപ്പോൾ ഷീജാൻറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ സെർച്ചിങ്ങിലായിരുന്നു ഞാൻ. അപ്പുക്കുട്ടനാണെങ്കിൽ പാവം കേട്ടോ, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ഒരു വഴക്കാട്ടെ മുഖം ഒന്ന് കറക്കാട്ടെ ഒന്നും ചെയ്തില്ല, നല്ല പോലെ തന്നെ നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് മാത്രം അമ്മ എനിക്ക് ദാഹിച്ചിട്ട് വയ്യമ്മ വെള്ളം വേണമെന്ന് പറഞ്ഞു. അത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇതെടുക്കാം ഷീജാൻറ്റിക്ക് വേണ്ടി നമുക്ക്. അപ്പൊ ഇത് ഞാൻ ഷീജാൻറ്റിക്ക് വേണ്ടി എടുക്കാം. അപ്പുക്കുട്ടൻ ഇവിടെ ഇപ്പോൾ സെയിൽസ് ഗേൾ ആണ് കേട്ടോ. ഏത് ഡ്രസ്സ് വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബില്ലൊക്കെ നോക്കി അവൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ചോണ്ട് നിൽക്കുക. പെട്ടെന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കുറേ സെലക്ട് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ. ആ രീതിയിലാണ് എടുപ്പ്. മറ്റേതാ, അത് മതി.
അപ്പം അർച്ചന ചേച്ചിക്ക് എടുത്തു, ശ്രു ചേച്ചിക്ക് എടുത്തു, ഷീജാൻറ്റിക്ക് എടുത്തു, എനിക്കെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളവർക്ക് എടുത്താൽ മതി. ബാ, ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി എൻ്റെ കൂടെ വരുമോ? ഇന്ന് ആധാരം ഞാനിവിടെ പണയം വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഓണത്തിന് എനിക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം തയ്ച്ച് കിട്ടത്തില്ലല്ലേ. ഇല്ലേ, ഞാൻ അനുപമയെ പോയി കയ്യും കാലും പിടിച്ച് നോക്കട്ടെ, എനിക്കൊന്ന് മറ്റന്നാ തയ്ച്ച് തരുവോടാന്ന് ചോദിച്ചിട്ട്. അങ്ങനത്തെ ആദ്യത്തെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ്, അതായത് ചുരിദാറുകളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ടും നോക്കാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് പോവാണ്. എനിക്ക്, അമ്മയ്ക്ക്, അങ്ങനെ അമ്മമാർക്ക് എല്ലാവർക്കും സെറ്റ് മുണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് പോവാണ്. അമ്മ അന്ന് എന്നോട് കോളം സെറ്റ് മുണ്ടും വേണോന്നല്ലേ പറഞ്ഞത്. ഇന്ന് നമുക്ക് അത് വാങ്ങിക്കാവേ. എനിക്ക് പണ്ട് തൊട്ടേ സെറ്റ് മുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാരിയോട് വലിയ താല്പര്യമില്ലാത്തത്, അത് ഉടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ സെറ്റ് മുണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചു പിടിച്ച് ഉടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ സെറ്റ് മുണ്ടൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കോളം വന്നത് ഭയങ്കര ലൈറ്റായിട്ടാട്ടോ വന്നേക്കുന്നത്. അതുകൊണ്ട് അതിന് അത്രയ്ക്ക് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ നേരെ വരെയുള്ളതാട്ടോ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാനത് ഡബിൾ മുണ്ട് എടുക്കാൻ പറഞ്ഞു. കാരണം തടിയുള്ളവർക്കൊക്കെ കുറച്ച് ഡബിൾ അല്ലേ നല്ലത്. എനിക്കും ഡബിളാണ് പേഴ്സണലി ഇഷ്ടം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അകത്ത് കൊടുത്തേക്കുന്ന അടിപ്പാവയുടെ നിറം ഇങ്ങനെ തെളിഞ്ഞ് കാണും. വൈറ്റൊക്കെ ഉടുത്തില്ലെങ്കിൽ പിന്നെ പറയണ്ട. അതുകൊണ്ട് ഞാൻ ഡബിൾ എടുക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കളർ സെറ്റും കൊണ്ട് എനിക്കില്ല കേട്ടോ. അത് വച്ച് നോക്കിയപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ തിരിച്ചു കൊണ്ടുവച്ചു. എനിക്കിങ്ങനെ ഗോൾഡൻ ഷെയ്ഡ് ഒരുപാട് വരുന്ന സെറ്റും കൊണ്ടുമാണ് കാണാൻ ഇഷ്ടം. ചുരിദാർ വെട്ടി കുറയ്ക്കുന്ന വരട്ടുന്നു കേട്ടോ. വരട്ടും താഴത്തെ ചുരിദാറിൻ്റെ സെക്ഷനിൽ നിൽക്കുന്ന ശില്പ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് സെറ്റ് മുണ്ടൊക്കെ എടുക്കുന്ന കൊള്ളാം, പക്ഷേ ചുരിദാർ വെട്ടി കുറയ്ക്കാൻ ഒക്കത്തില്ലെന്ന് എന്നെ വിരട്ടി കേട്ടോ. ഞാൻ പറഞ്ഞു ഇല്ലടി കുറയ്ക്കൂലെന്ന്. എന്നിട്ട് ഞാൻ സെറ്റ് മുണ്ട് ഓരോ നോക്കി. ഈ നീല എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതുപോലൊരു ഹാഫ് സാരി എനിക്ക് ഉണ്ടായതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഈ താപ്പോട്ട് വര വരുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഉടുത്താൽ ഭയങ്കര എടുപ്പായിരിക്കും കാണാനും. അങ്ങനെ ഞാൻ ഇതെടുക്കാൻ പറഞ്ഞു കേട്ടോ. ഇത് അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും എനിക്കും ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് ഞാൻ 3 എടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഈ ഒരു സാരി ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് വെറുതെ ഒന്ന് വെച്ച് നോക്കി. എന്നിട്ട് സെറ്റ് സാരിയുടെ തന്നെ ഒരു വേറൊരു ഡിസൈൻ പോലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണിക്കൊന്നയൊക്കെ വന്നിരിക്കുന്നത് അത് ഞാനൊന്ന് തുറന്ന് നോക്കി. പക്ഷെ അതിൻ്റെ സൈഡ് ഒരുമാതിരി റോസ് ഗോൾഡ് പോലെ വന്നിരിക്കുന്നതുകൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പുക്കുട്ടനാണെങ്കിൽ നിലത്ത് ഏതോ ഒരു സാരിയുടെ കവർ കിടക്കുന്നത് കണ്ട് അമ്മ ഇത് ഞാൻ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്ത് കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ അതുകൊണ്ട് കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴാണ് ഞാൻ അവിടെ വേറൊരു സെറ്റ് മുണ്ടും കണ്ടേ. ഈ സെറ്റ് മുണ്ട് എനിക്ക് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇതിൻ്റെ നിറം ഒരുമാതിരി എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് നിറമാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സെറ്റ് മുണ്ട് ഞാൻ എനിക്ക് എടുത്തു കേട്ടോ. കൊള്ളാൻ രസമുണ്ട്. എനിക്ക് ഈ ഒരു കസവ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്തുവാണെന്ന് ചോദിച്ചാൽ സൂക്ഷിച്ച് നോക്കാൻ മനസ്സിലാവും. അതായത് ദ്രുമുദ്ര എന്നൊക്കെ പറയുന്ന പോലെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു സെറ്റ് മുണ്ട് ഞാൻ എടുത്തു കേട്ടോ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പുക്കുട്ടനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് തലയിൽ കവറൊക്കെ വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കൊഞ്ചി കളിക്കുകയാണെന്ന് തോന്നുന്നു. പാവം എൻ്റെ കുഞ്ഞെനിക്ക് ഇന്നലെ അങ്ങ് ഒരുപാട് സങ്കടം വന്നു കേട്ടോ. അവൻ ഒരു വഴക്ക് പോലും ഇടാതെ നിന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റോസ് സാരി കേട്ടോ. ഇതിന് 430 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. നല്ല അടിപൊളി സാരി കേട്ടോ. ഇങ്ങനെ എനിക്കൊന്നും പറയാനില്ല, അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അത് എന്നെ ഒന്ന് ഉടുപ്പിച്ച് കാണിച്ചു കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഇതും കൂടെ എനിക്ക് എടുക്കാൻ പറഞ്ഞ് ഞാൻ ഇതുകൂടെ എടുത്തു കേട്ടോ. 430 രൂപയ്ക്കൊക്കെ ഇത് ഭയങ്കര ലാഭമായിട്ട് തന്നെ എനിക്ക് തോന്നി. അങ്ങനെ അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഉടുപ്പിച്ച് കാണിച്ചു കേട്ടോ. പക്ഷേ അതിന് ഇതുപോലെ വലിയ ടൈപ്പിൽ ബോർഡർ വരുന്നതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതോ ഇനി ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് പച്ചയായതുകൊണ്ട് എടുപ്പില്ലാഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ട് പറയണേ, റോസാണോ ഇതാണോ ഭംഗിയെന്ന്. എനിക്ക് റോസാണ് കേട്ടോ ഞാൻ എടുത്തത്, പച്ച ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്കൈ ബ്ലൂ കളർ കിടക്കുന്നുണ്ട് കേട്ടോ സാരി. എനിക്കങ്ങനെ സ്കൈ ബ്ലൂ കളർ ഡ്രസ്സുകളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അതുകൂടെ ഒന്ന് എടുത്ത് വച്ച് കാണിക്കാൻ പറഞ്ഞിട്ട് അതുകൂടെ എടുത്തൊന്ന് വച്ച് കാണിച്ചു കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല എന്ന് തോന്നി. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല, ജസ്റ്റ് വച്ച് നോക്കിയത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പുക്കുട്ടനാണെങ്കിൽ സാരി തൂക്കിയിട്ടേക്കുന്നതിൻ്റെ ഇടയിൽ പാത്തിരിപ്പ് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടന് കൂടെ കളിക്കാൻ ആരുമില്ലായിരുന്നു. മറ്റേ നമ്മളിവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരേ പ്രായത്തിൽ ആരെങ്കിലും ഒക്കെ കളിക്കാൻ കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ അവൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് കളിയായിരുന്നു. അങ്ങനെ ഞാൻ ധാവണി നോക്കി. ഈ ഒരു ധാവണിക്ക് 1800 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് കളർ എനിക്കങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റാണ് വെച്ച് നോക്കിയത്. പക്ഷേ എനിക്ക് ഈ വൈറ്റ് ഉണ്ടല്ലോ വാടത്തില്ലെന്ന് പറയും. കാരണം ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് അത് ചെളിയാക്കി കൊണ്ടുവരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിത് എടുക്കാൻ അത്രയ്ക്ക് പറ്റൂലായിരുന്നു കേട്ടോ. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ ഞാനിത് ചെളിയാക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ തന്നെ ഒരു ഓറഞ്ചല്ല യെല്ലോ കളർ എടുത്തു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊതുവേ എനിക്ക് യെല്ലോ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടി ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇതാണ് കേട്ടോ എടുത്തത്. പക്ഷേ ഇത് എടുത്തതൊക്കെ വെറുതെയാണ്. കാരണം എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം സമയത്ത് ഇനിയിപ്പം നാളെ ഉത്രാടാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് തയ്ച്ച് കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് വച്ചെന്നേ ഉള്ളൂ. നമുക്കിനി വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാമെന്ന് വിചാരിച്ചു. ശരിക്കും അവിടുത്തെ യൂണിഫോമും എൻ്റെ ഈ കളറും ഒരുപോലെ തന്നെയുണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത് തന്നെ എടുത്തു കേട്ടോ.
അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയാട്ടോ ഇത്, അവക്കൂടെ എടുക്കാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് സീച്ചേട്ടൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കേട്ടോ, കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ അവക്കൂടെ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം നിന്ന് ഹെൽപ്പ് ചെയ്തു. അപ്പോഴത്തേനും അപ്പുക്കുട്ടൻ പറഞ്ഞു, അമ്മ മോന് കാലു എനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ കുറച്ച് നേരം എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. പാവം അപ്പുക്കുട്ടൻ. കുറച്ച് നേരം അപ്പുക്കുട്ടനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അപ്പുക്കുട്ടൻ പറഞ്ഞു, അമ്മയെ താഴെ നിർത്തിക്കോ, എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ടെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു അത് സാരമില്ല, അമ്മയുടെ കുഞ്ഞു വാവയല്ലേ, അമ്മ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ടമ്മേ താഴെ നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പുക്കുട്ടനെ താഴെ നിർത്തി കേട്ടോ. അങ്ങനെ ഞാൻ ബില്ലടിക്കാം, ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു ചുമന്ന സാരി ഇരിക്കുന്നുണ്ട് കേട്ടോ. സിച്ചേട്ടൻ പറഞ്ഞു, എടി മതിയടി വാടി. ഞാൻ പറഞ്ഞു നിൽക്കി അതുകൂടെ നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ഒരു ചുമന്ന സാരി ഞാൻ എടുത്തു. എനിക്ക് റെഡ് കളറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, റെഡ് എന്നല്ല ബ്രൈറ്റ് കളേഴ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് വെറുതെ ഒന്ന് ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉടുപ്പിച്ച് തരികയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 6000 സംതിങ് ആണ്. ഇത് ഞാൻ എടുത്തൊന്നുമില്ല, വെറുതെ ഒന്ന് ഉടുത്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആഗ്രഹിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണേ. നല്ല ഇങ്ങനെ തെന്നി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് തടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്ലിം ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. കൊള്ളാം, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് ഉടുത്ത് നോക്കി സംതൃപ്തി അണഞ്ഞിട്ട് നമ്മൾ തേരെ ബില്ലടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അനുപമയിൽ വിളിച്ച് ചോദിച്ചു, എടാ എനിക്ക് ഒരു ദിവസം കൊണ്ട് ഒന്ന് തയ്പ്പിച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട് കയ്യും കാലും പിടിച്ചപ്പോൾ അവൻ പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുവന്നാൽ തയ്ച്ച് തരാമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഒന്നും എടുക്കണ്ട, നമുക്ക് അച്ഛന്മാർക്കെല്ലാം വേറെ കടയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അനുപമയിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടമായിരുന്നു. സാധനങ്ങളെല്ലാം കൂടെ എടുത്തുകൊണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഞാൻ ഈ സാരിയെല്ലാം അവിടെ ഊരി കഴിഞ്ഞിട്ടിട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടനാണെങ്കിൽ ദാഹിക്കുന്നതുകൊണ്ട് അവർ ഫ്രൂട്ടിയൊക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഇവിടെ മൊത്തം ഒരു കണ്ണാടിയാണ് കേട്ടോ. നമ്മൾ എവിടെ നോക്കിയാലും നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ലിഫ്റ്റ് നോക്കിയിട്ട് വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി ഓട്ടമായിരുന്നു. പോകുന്ന വഴി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഹായ് ബൈ ഒക്കെ പറഞ്ഞ് ഓടിപ്പിടിച്ചാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബില്ലടിക്കാൻ ചെന്നപ്പോൾ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പൈസയൊക്കെ അടച്ചിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ താഴെ ചെല്ലണം. നമ്മുടെ സാധനങ്ങളൊക്കെ താഴെയാണ് വരുന്നത്. അവിടെ നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ നമ്മുടെ സാധനം എടുത്തുകൊണ്ട് നമുക്ക് ഓടാം. അച്ഛൻ കാർ എടുക്കാൻ പോയി. അപ്പോൾ നമ്മൾ ബില്ലടിച്ചിട്ട് നേരെ അച്ഛൻ കാർ കൊണ്ട് മോളെ ഒന്ന് നിൽക്കുമോ ഇല്ല. അപ്പോൾ ബില്ലടിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങാൻ പോവാട്ടോ. ഇനി പെട്ടെന്ന് അനുപമയെ ചെന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഇല്ലെങ്കിൽ ഫുള്ള് എനിക്ക് നാളത്തേക്ക് ബ്ലൗസ് ഇടാൻ കിട്ടത്തില്ല. പോട്ടെ മുത്തേ. ശില്പക്കുട്ടി, ഞാൻ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. ടാറ്റാ. അപ്പുക്കുട്ടൻ എങ്ങനെയുണ്ട്? അപ്പുക്കുട്ടൻ വീഡിയോ കാണുന്ന പോലെ ആണോ? ശോകമായിരുന്നില്ലയോ? ഫ്രൂട്ടി പിടിച്ചപ്പോൾ ആവേശമാണ്. ആദ്യം വന്നപ്പോൾ നല്ല ആരോടും മിണ്ടാതെ ഭയങ്കര അടക്കം ഒതുക്കം ഉള്ള കുട്ടികളുടെ കൂട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു കേട്ടോ. അതാട്ടോ അങ്ങനെ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരോടും സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതാട്ടോ ശില്പ എൻ്റെ കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ശില്പക്കുട്ടിക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് വാങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു 2-3 കവർ എക്സ്ട്രാ തരുമോന്ന്. കാരണം എല്ലാവർക്കും ഓരോ കവറിലിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അവരെനിക്ക് 2-3 കവർ എക്സ്ട്രാ തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇത് അടിപൊളി കവറാണ് കേട്ടോ, നല്ല കട്ടിയാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് പെട്ടെന്ന് കീറി പോകുന്നു. അങ്ങനെ ഒന്നും കീറി പോത്തില്ല, ഭയങ്കര കട്ടിയുള്ള കവർ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൈ നിറച്ച് സാധനങ്ങൾ പറഞ്ഞോ. അപ്പൊ കൂടെ ഓടിക്കോ. പേടിക്കണ്ട, ഓടിപ്പോയി കയറി. ഭയങ്കര വെയിറ്റ്. ഓടാ. ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ട് നിന്ന് തയ്ച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് കാലയെ പിടിച്ചിട്ട് നാളെ ബ്ലൗസിൻ്റെ ഒരു തുണി എനിക്ക് തയ്ച്ചു തരാമെന്ന് അനുപമയെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അനുപമയെ വന്നു. അപ്പോൾ ഇത് അനുപമയിലെ ഇതാണ് കേട്ടോ ഓമ. ഞാൻ ഓമിനെ വിളിച്ചാണ് സോപ്പിട്ട് കേട്ടോ, കഷ്ടമുണ്ടോ ഒന്ന് തയ്ച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബ്ലൗസ് മാത്രം തയ്ച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ബ്ലൗസ് എടുക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ബ്ലൗസ് പീസ് അവർ കട്ട് ചെയ്ത് വച്ചിട്ടില്ല. അതായത് ആ പാവാടയ്ക്കകത്തുള്ള സാധനമായിരുന്നു, പക്ഷേ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് വച്ചില്ല, അവർ മറന്നുപോയി. അങ്ങനെ പട്ടി ചന്തയ്ക്ക് വന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അവസാനം ഞാൻ ആ ചുമന്ന ചുരിദാർ തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് പോയിരുന്നു. അപ്പോൾ 750 രൂപയാണ് നോർമലായിട്ട് ചുരിദാർ തയ്ക്കാൻ. നമ്മൾ പെട്ടെന്ന് തയ്ച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പൈസ എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ അത് ഞാൻ കൊടുത്തിട്ട് ബില്ലും അടച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എടാ നന്നായിട്ട് തയ്ക്കണേടാ. ഓക്കെ, ടാറ്റാ. ബാപ്പു നാളെ തയ്ക്കാൻ വേണ്ടി ഇന്ന് കൊണ്ടുപോയി അവിടെ. എടാ ഷോളല്ല ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ആ പാവാട ഇങ്ങ് എടുത്തേരെ. അവിടെ ഓക്കെ. ആ ചുരിദാറിന്റെ ഷോളും തന്നേരെ. അത് തന്നെ. അത് തന്നെ മടക്കിങ്ങതാ. അപ്പൊ കൂട്ടാ ഓടിക്കോടാ, അച്ഛൻ നമ്മളെ വഴക്ക് പറയൂടാ.
അങ്ങനെ ഞങ്ങൾ ഓടി കാറി കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അച്ഛൻ വഴക്ക് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹാഫ് സാരിയുടെ ബ്ലൗസ് ഇനി എന്തോ നോക്കിക്കൊണ്ടാണ് പോയെന്ന് എന്നോട് ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ ഇനി നമ്മളെ വഴക്ക് പറയുവാണോന്ന് ചോദിച്ചുകൊണ്ട് പോകുന്നത്. സെറ്റും മുണ്ടും പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കാൻ ചെന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സെറ്റ് മുണ്ടിന്റെ ബ്ലൗസ് ഇല്ലേ, സെറ്റ് മുണ്ടിന്റെ അല്ല, നമ്മളെടുത്ത ഹാഫ് സാരിയുടെ ബ്ലൗസ് അതിലില്ല. അങ്ങനെ ചീറ്റി പോയിട്ട് ഞാൻ ആ ചുരിദാർ എങ്ങനെങ്കിലും ഒന്ന് തയ്ച്ചു തരാൻ പറഞ്ഞു. എനിക്ക് മറ്റേ കണ്ണിന്റെ ഒരു മിഠായില്ലേ, അത് ഞാൻ അന്ന് കണ്ട്. അപ്പൊ എനിക്ക് അത് മേടിക്കണം. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറും കേട്ടോ. ഓൾറെഡി 2:30 ആയി. ചോദിച്ചോട്ടെ എനിക്ക് 5 മേടിച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മ 5 വാങ്ങിച്ചു തരും. 5 മേടിച്ചു. 5 അപ്പുക്കുട്ടനാക്കിയ പറയുന്ന ക്യാൻഡി 5 വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഏട്ടനാണെങ്കിൽ എന്തോ കൊറിയർ വന്നിട്ട് അത് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് പോയി. ഞാനാണ് അപ്പൊ താഴെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ചുമന്നത് എടുത്ത് കേട്ടോ. എനിക്കറിയാം കുറച്ച് അധികപ്പറ്റാണ് എന്ന്, എങ്കിലും എന്തോ ആ ഒരു കളർ ഡ്രസ്സ് എനിക്കില്ല. പിന്നെ എനിക്ക് എന്തോ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അങ്ങ് എടുത്തതാണ്. എന്തായാലും അതാട്ടോ ഞാൻ അവിടെ തയ്ക്കാൻ കൊടുത്തത്. അപ്പൊ വലിയ കുട്ടിയല്ലേ. അപ്പൊ ഏട്ടൻ വാങ്ങി തന്നെ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു കേട്ടോ. എന്ത് ഫുഡ് എന്തെങ്കിലും ചേച്ചേട്ടൻ അത് മതിയെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ചോറ് കിട്ടിയില്ല. ഇനിയിപ്പോ ബിരിയാണി തിന്നാൻ പറ്റും. ഞാനിപ്പോ ചോറ് നല്ല മീൻ പുറത്തൊക്കെ കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. ടീച്ചറിന് എന്നോട് പറഞ്ഞു, നീ എന്നും അത് തന്നെയല്ലേ കഴിക്കുന്നത്, നിനക്ക് നീ എന്തോ പ്രത്യേകത. എനിക്കിപ്പോൾ അതൊക്കെ തന്നെ ഇഷ്ടം. ഇനിയിപ്പം നല്ല ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഒക്കെ കൂട്ടി കുഴച്ചടി. അങ്ങനെ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ വന്നത്. പിന്നെ 2:30 ചെന്നിട്ട് ചോറ് തരാൻ പറഞ്ഞാൽ അവരുടെ കയ്യിൽ ചോറുണ്ടെങ്കിലല്ലേ തരാൻ പറ്റത്തുള്ളൂ. തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മട്ടൻ ബിരിയാണി വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു. അപ്പുക്കുട്ടനാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുമെന്നും പറഞ്ഞ് ആ സൈഡിലങ്ങ് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വാരി കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മേന്നും പറഞ്ഞ് തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങ് ഓടിപ്പോയിരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ വാരി തരുന്ന ചോറിനെക്കാട്ടി ടേസ്റ്റ് കൂടുതൽ അമ്മ വാരി തരുന്നതാണ്. ഞാനിങ്ങനെ ഇട്ട് കുഴച്ച് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം അവനത് അത്രയും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവനും കുറച്ചൊക്കെ വാരി കൊടുത്തു. പപ്പടത്തിന് അടിയായിരുന്നു കേട്ടോ ഞാനും അപ്പുക്കുട്ടനും കൂടെ. ഞാൻ പപ്പടം അവന് കൊടുക്കൂല, അവൻ എൻ്റെ പപ്പടവും തിരിച്ചു തരില്ല. അങ്ങനെ അവസാനം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ വഴക്ക് കൂടാതെ അവിടെ ഇരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും അപ്പുക്കുട്ടനും, സത്യം പറഞ്ഞാൽ ഞാൻ അപ്പുക്കുട്ടൻ്റെ പ്രായം പോലെയാണ് കേട്ടോ. വീട്ടിൽ ചോക്ലേറ്റിനാണെങ്കിലും എന്തിനാണെങ്കിലും ഞാനും അപ്പുക്കുട്ടനോടെ വഴക്കാണ്. ഇനി ഒരു ബേബിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ അടിയോടടിയായിരിക്കും കേട്ടോ. സീച്ചേട്ടന് ഒരു ചോക്ലേറ്റ് മാത്രമായിട്ടൊന്നും വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ 2 പേരോട് അടി കൂടും. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോക്ലേറ്റ് കൊണ്ടുവരണം, ഇല്ലേ ഞങ്ങൾ അടി കൂടുമെന്ന് സീച്ചേട്ടനും അറിയാം. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് ദഹിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ലൈം വാങ്ങി. അപ്പോൾ ഈ തവണ ലൈം അപ്പുക്കുട്ടിന് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം അതിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ അതെല്ലാം കുടിച്ച് തീർത്തിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നേരെ അവിടുന്ന് RP മാളിലോട്ടാട്ടോ വന്നത്. അപ്പോൾ അപ്പുക്കുട്ടന് ശുശു മുള്ളണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ കൊണ്ട് ശൂഷു ഒക്കെ മുള്ളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറേ കുട്ടി ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും പോയി സംസാരിച്ചു. അപ്പുക്കുട്ടനെ കേട്ടോ എല്ലാവർക്കും വേണ്ടത്. അപ്പുക്കുട്ടനാണെങ്കിൽ വലിയ സ്റ്റാർ പോലെ അവിടെ നിൽക്കുക. എന്നിട്ട് എന്നോടൊന്നും പറയാം, കണ്ടോ അമ്മ എന്നെയാ ഇഷ്ടം എല്ലാവർക്കും എന്ന്. ഞാൻ പറഞ്ഞു, ആന്ന് മോനെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് അധികം നേരം ഇവരോടെല്ലാം അവിടെ നിന്ന് സംസാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, ചേച്ചി ആണോ എന്ന് സംശയം. എന്നെ കാണുന്നവരെല്ലാം അങ്ങനെ തന്നെ കേട്ടോ പറയുന്നത്. കാരണം എന്നെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല പ്രായം തോന്നിക്കും, നല്ല പക്വത തോന്നിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ എന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു കേട്ടോ. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഞാനും പിന്നെ സന്തോഷം സീച്ചേട്ടാ കേട്ടോ എന്നൊക്കെ അവിടെ പറയുന്നത്. ഒരു സന്തോഷം. നമ്മൾ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം നമ്മൾ എടുത്തു. അമ്മമാർക്ക് എല്ലാവർക്കും എടുത്തു, ശ്രുചേച്ചിക്ക് എടുത്തു, ഷീജാൻറ്റിക്ക് എടുത്തു. നമുക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം എടുത്തു. ഇനി ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ 2 അച്ഛന്മാർക്ക് എടുക്കണം, അനന്തൂന് എടുക്കണം, പിന്നെ അപ്പുക്കുട്ടൻ എടുക്കണം. അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നമ്മൾ അടുത്ത ട്രെൻഡ്സിൻ്റെ അടുത്തോട്ട് കയറിയത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ഡ്രസ്സും സ്ലിം ഫിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സ്ലിം ഫിറ്റ് ആണെങ്കിൽ അടുത്ത സൈസേ എടുക്കാവൂ എന്ന് എന്നോട് പറഞ്ഞു. നോർമലി നമുക്ക് 42 ആണെങ്കിൽ 44 എടുക്കണമെന്ന് സീച്ചറിന് എന്നോട് പറഞ്ഞു കേട്ടോ. നമ്മളെക്കാട്ടി മൂത്തൊരു ചേച്ചി നമ്മളെ ഇൻസ്പയർ ചെയ്തു, എന്നെ ഇൻസ്പയർ ചെയ്തു, എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷം കേട്ടോ ഇപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്നത്. അത്രയും സന്തോഷമാണ്. ഭയങ്കര സ്നേഹത്തോടെ വന്ന് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം നമ്മളെ വീട്ടിലൊരാളെ പോലെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് കിട്ടി. അങ്ങനെ പിന്നെ ആ ചേച്ചിയോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ വീണ്ടും ഡ്രസ്സ് എടുക്കൽ പരേഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും
അതായത് സീച്ചേട്ടൻ്റെ അച്ഛൻ കുറച്ച് ലൈറ്റ് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ അച്ഛൻ പിന്നെ ഒരു കുഴപ്പമില്ല, എന്തെടുത്ത് കൊടുത്താലും അത് ഇട്ടോളും, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ലൈറ്റ് കളേഴ്സ് തപ്പി പോയിട്ട് അവസാനം കുറേ സമയം എടുത്തു കേട്ടോ എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതാണ് ആദ്യം എടുത്തത്. പക്ഷേ ഇതിൻ്റെ 44 സൈസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയിട്ട് ഈ ഒരു കളറാട്ടോ അച്ഛൻ എടുത്തത്. ഇത് ഞാൻ 44 ആണെന്ന് തോന്നുന്നു എടുത്തത്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ലൈറ്റ് കളറാണ്. അങ്ങനെ അപ്പുക്കുട്ടൻ പറഞ്ഞു ഇത് അച്ഛന് വാങ്ങിത്തരാന്ന്. ഏറ്റവും വെളുത്തുള്ള അതൊന്നും സ്ലിം ഫിറ്റ് അല്ല, ഫ്രീ സൈസാ. 42 എല്ലാം കറക്റ്റാ. ഫിറ്റ് സ്ലിം അത് ഫ്രീ സൈസാ. ഇച്ചിരി വലുതാ അത്. 42 മതി. ഈ ഒരു പച്ച ഞാൻ എൻ്റെ അച്ഛൻ എടുത്തതാണ് കേട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. മറ്റേത് സീച്ചേട്ടൻ്റെ അച്ഛനുമാണ് എടുത്തത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് നൂത്ത് നോക്ക് സൈസ് കറക്റ്റ് ആണോ എന്ന്. പക്ഷേ എനിക്ക് നൂക്കണമെന്ന് ഞാൻ തിരിച്ച് ചോദിച്ചു കേട്ടോ, കാരണം അത് പിന്നെ അങ്ങനെ ഇട്ട് തരാനൊക്കെ പാടല്ലേ, അതുകൊണ്ട് നൂക്കണ്ടെന്ന് വിചാരിച്ചു. ബില്ല് സൂക്ഷിച്ചു വയ്ക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അച്ഛൻ വന്ന് മാറിക്കോളൂ എന്ന് വിചാരിച്ചു. സീച്ചേട്ടന് ഞാൻ ഈ ഒരു ഷർട്ടാട്ടോ എടുത്തത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മുന്നിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. അതുപോലൊരു ഷർട്ട്, ഏകദേശം അതുപോലൊരു ഷർട്ട് ഞാൻ താഴെ കണ്ടു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അപ്പുക്കുട്ടന് വേണ്ടി എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. 2 സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അനന്തൂനാട്ടോ മറ്റൊരു കളർ ഷർട്ട്, ഒരു ഗ്രീൻ കളർ ഷർട്ട് എടുത്തേക്കുന്നത് അനന്തൂന് വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടൊരു ചേട്ടൻ എനിക്കിതുപോലെ ബാഗൊക്കെ കൊണ്ടു തന്നു. പിന്നെ ഞാൻ അതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് കുത്തിക്കയറ്റി വെച്ചു. അപ്പുക്കുട്ടൻ ഈ കോട്ടുള്ള ഷർട്ട് കണ്ടിട്ട് അമ്മ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഇത് വാങ്ങി തരുമോയെന്ന് പറഞ്ഞ് നിപ്പാണ് കേട്ടോ. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇത് ഇടാൻ മോനെ, അല്ലാതെ ഇത് എവിടെ ഇടാനാന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിയില്ല. പക്ഷേ എനിക്കിത് വാങ്ങി കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വാങ്ങിയാലും അത് ഇടാൻ ഇതില്ലാത്തതുകൊണ്ട് പിന്നെ അത് വാങ്ങാഞ്ഞത് കേട്ടോ. അങ്ങനെ അപ്പുക്കുട്ടനെ അത് പറഞ്ഞ് മനസ്സിലാക്കി. കാരണം നമുക്കിനി മാക്സിലും കയറണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ബില്ല് പേ ചെയ്യാൻ വേണ്ടി നിന്നു. ഒരുവിധം നല്ല ക്യൂ ഉണ്ടായിരുന്നു. കുറേ നേരം ഞാൻ നിന്നിട്ടാണ് ഞാൻ ഫ്രണ്ടിലെത്തിയത്. അപ്പുക്കുട്ടനാണെങ്കിൽ അവിടുത്തെ ഈ ഒരു ഇത് പിടിച്ചിട്ട് ക്ലോസിങ് എല്ലാവരും കയറ്റി വിടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽപ്പായിരുന്നു കേട്ടോ. ഓരോരുത്തരെ അവൻ കയറ്റി വിടുമായിരുന്നു. അവനിപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ആയി മാറിയിട്ടുണ്ടായിരുന്നു. നിന്ന് അവസാനം ഹീൽ ഇട്ടുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് കാലൊക്കെ അങ്ങ് കഴിക്കാൻ തുടങ്ങി കേട്ടോ, വേദന എടുത്തിട്ട്. അങ്ങനെ ബില്ലൊക്കെ അടിച്ചു. എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളും അങ്ങനെ വേണമെന്ന് ചോദിച്ചു. മിക്സിയോ എന്തൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഡിന്നർ സെറ്റ് അങ്ങ് വാങ്ങിച്ചു കേട്ടോ. എന്തായാലും വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഡിന്നർ സെറ്റ് വാങ്ങിച്ചു. നമ്മൾ പർച്ചേസിങ്, ട്രെൻഡ്സിലെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അച്ഛൻ വരെ വെയിറ്റ് ചെയ്യാം. പോപ്കോണോ? അപ്പു നമുക്ക് വേറെ കടയിൽ നിന്ന് വാങ്ങാം. അടുത്തതിന് നമ്മൾ മാക്സിൽ ആർക്കെടുക്കാനാ അപ്പുക്കുട്ടാ? ആർക്കാ? അപ്പുക്കുട്ടൻ തൊപ്പിക്കാരന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ അവസാനം ഇനി മാക്സിൽ വന്നു കേട്ടോ. എന്തോ കൊള്ളാം അതോ? അപ്പൊ പിന്നെ നോക്കാം. ലാസ്റ്റ് ഞാൻ മാക്സിൽ എപ്പോഴാണ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു ടൈമിലെ കളക്ഷൻ തന്നെ കേട്ടോ ഈ കിടക്കുന്നത് മൊത്തം. പുതിയതായിട്ട് ഓണം പ്രമാണിച്ച് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നല്ല, വന്നിട്ടില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം പുതിയതായിട്ടൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ റെഡ് ഞാൻ അപ്പുക്കുട്ടൻ എടുത്തു, കാരണം എൻ്റെ റെഡ് ചുരിദാറിൻ്റെ കൂടെ എനിക്ക് മാച്ചിങ് ആയിട്ട് അപ്പുക്കുട്ടനുമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുറേയൊക്കെ എടുത്ത് നോക്കി. എന്നിട്ട് ആ റെഡാണ് എടുത്തത്. പിന്നെ അപ്പുക്കുട്ടൻ്റെ ഒരു ബ്ലാക്ക് ടീഷർട്ട് വേണം വീട്ടിലിടാനെന്ന് പറഞ്ഞ് നിപ്പായി കേട്ടോ. അവൻ ഈ കോളറുള്ള ഷർട്ട് ടീഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവനത് വേണമെന്നും പറഞ്ഞ് നിപ്പായി. അങ്ങനെ ഞാൻ പറഞ്ഞത് വീട്ടിലിടാൻ പറ്റത്തില്ല, അത് പുറത്തിടാമെന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അവിടെ കിടന്ന് അടിയില്ല. അത് തന്നെ അത് മുട്ടേന്ന് വിരിഞ്ഞില്ല, അവൻ സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ നടക്കുന്നത്. പിന്നെ ഞങ്ങൾ അവനത് ഇഷ്ടപ്പെട്ടോണ്ട് ഞങ്ങളത് എടുത്തു കൊടുത്തു കേട്ടോ. സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഭയങ്കര ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അവസാനം ഞാനൊരു നിക്കറൂടെ എടുത്തുകൊണ്ട് ഷോർട്സ് കേട്ടോ എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു, അമ്മ മാറി, ഇത് കൊള്ളൂല, എനിക്ക് ഷർട്ട് മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ടീഷർട്ടൂടെ അവനത് എടുത്തു. ഞാൻ ബാഗില്ലേ, എൻ്റെ വൈറ്റ് ബാഗ്, അതെവിടെ നിന്ന് അവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മാക്സി വന്നപ്പോൾ അതിവിടെ കിടക്കുന്നു, കാണിച്ചു തരാം. ദാ കിടക്കുന്നു. അപ്പൊ എന്തോ കാണിച്ചേ? കാണിച്ചേ, മുൻവശം കാണിക്കടാ. പൊക്കോ. അപ്പോൾ മാക്സിന്ന് ഇതാ ഇത്രയാട്ടോ നമ്മൾ എടുത്തത്. അപ്പുക്കുട്ടനുള്ള ഷർട്ടും പിന്നെ എനിക്കൊരു ചെറിയൊരു പൗച്ച് പോലെ ഒരു പേഴ്സും വാങ്ങിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ റിലയൻസിലോട്ടാണ് ചെന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ റിലയൻസിൽ വന്നു. നാളെ ഉത്രാടമല്ലേ, എൻ്റെ പിറന്നാളും കൂടെ ആണ്. അപ്പോൾ
എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. പക്ഷെ എൻ്റെ മനസ്സ് മൊത്തത്തിൽ ബ്ലാങ്ക് ആയിട്ടിരിക്കും. എനിക്ക് എന്തോ വാങ്ങണമെന്നോ എങ്ങനെയാണോ ഒന്നും ഐഡിയ ഇല്ല. ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു. എനിക്കറിയത്തില്ല എന്താണ്, ഭയങ്കര ക്ഷീണം. ഇന്ന് എടുക്കുന്ന ഈ വീഡിയോ ഉത്രാടത്തിൻ്റെ അന്ന് എഡിറ്റ് ചെയ്തിടണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നടക്കില്ലോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി ഒന്ന് എഡിറ്റ് ചെയ്യണം. കുക്കിങ്ങും എല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്യുമോ? ഏതീ കയറ്റി മോനിരിക്കാൻ പറ്റത്തില്ല. എന്തിന് സീച്ചേട്ടാ അവനെ ഇതിലൊന്നും കയറ്റി ഇരുത്തിയേക്കാൻ. ഒന്ന് ഇരുത്തിയാരേട്ടാ, എനിക്ക് പൊക്കാൻ. നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കുന്നത്. ഞാൻ ഉരുട്ടി അങ്ങ് വിട്ടേക്കാം. ഞങ്ങോട്ടൊക്കെ ട്രോളിയെ അപ്പുകുട്ടനെ ഞാൻ ഏട്ടൻ്റെ കയ്യിലും കൊടുത്തു കേട്ടോ. എന്നിട്ട് അച്ഛനും മോനും കൂടെ ഒരു വഴിക്ക് പോയി, ഞാൻ വേറൊരു വഴിക്കും പോയി കേട്ടോ. എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് ബെഡ്ഷീറ്റ് വാങ്ങണമായിരുന്നു. അപ്പോൾ ഇത്തവണ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഞാനൊരു 4-5 ബെഡ്ഷീറ്റ് എടുത്തു. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഇവരെ തിരക്കി പോവാ കേട്ടോ. എവിടെയാണ് ട്രോളി കണ്ടാലല്ലേ അതിലോട്ട് ഇതെല്ലാം കൂടെ വാരി പറക്കി ഇടാൻ പറ്റത്തുള്ളൂ. കുറച്ച് നേരം ഞാൻ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് അച്ഛനെയും മോനെയും കണ്ടുപിടിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുകുട്ടനെ ഏതോ ടോയുടെ സ്ഥലത്ത് നിർത്തിയിട്ടേക്കായിരുന്നു കേട്ടോ. ട്രോളി കിട്ടിയ പിന്നെ ഞാൻ 2 ബെഡ്ഷീറ്റും കൂടെ വാങ്ങിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ടു. കാരണം 300 ബെഡ്ഷീറ്റ്. ഫുഡ് അടിക്കാൻ പൈസ ഉണ്ടല്ലോ. പക്ഷെ ഇതിനെന്താ പൈസ ഇല്ലാത്ത? കാക്ക കൊത്തിക്കൊണ്ടുപോയാ ഇല്ല. അതൊക്കെ അതിനകത്ത് കുറച്ച് വിലയുള്ളൂ. അതിനകത്ത് ഇതാണോ കുറച്ച് വില? അതല്ല, വേണ്ട ഏതോ ഇതൊന്നും പോയില്ല. വേണ്ട ബോൾ. അപ്പുകുട്ടൻ എന്തോ ഈ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം വാങ്ങാൻ കാശുണ്ടല്ലോ, എനിക്ക് ടോയ് വാങ്ങി മാത്രം തരുന്നില്ലല്ലോ എന്നാട്ടോ. അവനാണെങ്കിൽ ബോളൊക്കെ വാങ്ങി കൊടുത്തു. പക്ഷേ ഈ ടോയ് വാങ്ങി കൊടുക്കാത്തതിൻ്റെ കാരണം ഇതൊക്കെ അവൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പുതിയത് കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചോദിക്കുന്നതാണ്. ഓൾറെഡി ഉള്ള കാര്യം പിന്നെ വാങ്ങി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ തറയിലിടേണ്ട കുറച്ച് മാറ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങി. അതിനും ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഓഫറുള്ളത് മൊത്തം ഞാനങ്ങ് എടുത്തു. ഓൾറെഡി ഇവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാത്തിലും പൊടിയും എന്തൊക്കെയോ ആയിട്ട് പന്നലായിട്ട് കിടക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത്. അടുക്കളയിൽ ഇടാൻ വേണ്ടി ഇത് നോക്കിയപ്പോൾ ഒരെണ്ണത്തിന് 600-700 ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിത് എടുത്തില്ല. കാരണം ഇത്രയും എനിക്ക് എന്തെങ്കിലും പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് തിരിച്ചങ്ങ് വെച്ചു അവിടെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് പപ്പടം ഇടാൻ വേണ്ടി അടച്ചു വെക്കുന്ന ഒരു പാത്രം വേണമെന്ന്. അപ്പോൾ ഞാൻ ഒരു പാത്രമല്ല 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പപ്പടമൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ 2 പാത്രം എടുത്ത് കയ്യിൽ വെച്ചപ്പോഴത്തേന് എൻ്റെ ഇത് തീർന്നു. പിന്നെ അപ്പുകുട്ടന് കളർ അടിക്കാൻ ഈ പെൻസിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പെൻസിലൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. കാരണം അവനിപ്പോൾ ഫുൾ ടൈം ഇരുന്ന് വരയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഫോൺ ഒട്ടും ചോദിക്കത്തില്ല കേട്ടോ. സ്പൈഡർമാൻ്റെ ഫോട്ടോ എങ്ങാനും കാണാൻ വേണ്ടി മാത്രമേ ഒന്ന് നോക്കി വരയ്ക്കണമല്ലോ അവൻ. അതിന് ഫോട്ടോ ഒന്ന് കാണാൻ വേണ്ടി മാത്രമേ ഫോൺ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഫോണൊന്നും ഒട്ടും ചോദിക്കത്തില്ല. ടി വിയുടെ കാര്യം പിന്നെ പറയണ്ട, കേടായി അടിച്ചു പോയി. ഇനി പുതിയ ടി വി വാങ്ങണം, അല്ലെങ്കിൽ അത് നന്നാക്കി വാങ്ങിക്കണം. നന്നാക്കാൻ കൊടുത്തിട്ട് അത് നന്നാക്കാൻ പറ്റത്തില്ലെന്നവർ പറഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ പുതിയത് വാങ്ങേണ്ടി വരും. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ കട്ടീസൊക്കെ എടുത്ത് കേട്ടോ. നമുക്ക് തിരുവോണത്തിന് കുറച്ച് പരിപ്പ് കറിയും അതുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പരിപ്പ് സാമ്പാർ എനിക്ക് എൻ്റെ ഒരു വൈബ് കിട്ടിയത് വെളിയിൽ നിന്ന് മാത്രമാണ്. ഇങ്ങനെ തെറിച്ച് നിൽപ്പുണ്ട് എൻ്റെ തൊട്ട്. ആണോ? എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാരും പറയാം അപ്പുകുട്ടനെ കണ്ടാ മതി സീച്ചേട്ടനെ കാണാൻ. ആ അത് തന്നെ. ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അയ്യോ, അങ്ങനെ റിലയൻസിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ 6:50 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി ഇവിടുന്ന്. സന്ധ്യ കഴിഞ്ഞു. എനിക്കറിയാം നെറ്റില്ലാഞ്ഞ അല്ലാതെ കള്ളത്തിനും പറയാൻ ഇൻസഫിഷ്യന്റ് ബാലൻസ് എഴുതി കാണിച്ചത്. പൈസ തീർന്ന അക്കൗണ്ടിൽ. പിന്നെ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞ അമ്മ എനിക്ക് ഇട്ട് തന്നു. ഇതൊക്കെ സ്വാഭാവികമല്ലേ, എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെ പിന്നെ ഇനിയിപ്പം അച്ഛനും മോനും കൂടെ മുടിയും കൂടെ വെട്ടിയിട്ട് വേണം നേരെ സീച്ചേട്ടന്റെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാം. നമുക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ മുണ്ട് വാങ്ങാൻ വേണ്ടി കയറി കേട്ടോ പൂജയിൽ. ഏട്ടനാണെങ്കിൽ ഓണത്തിന് കൊടുക്കാൻ മുണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മുണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഏട്ടന് മയിൽപ്പീലി വരുന്ന മുണ്ടൊന്നും വേണ്ട, സാധാ ഗോൾഡൻ്റെ വര വരുന്ന മുണ്ട് മതി എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്ത് അത് നമ്മൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. എന്നിട്ട് നേരെ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. എനിക്കാണെങ്കിൽ ഹീൽ ഇട്ടിട്ട് എൻ്റെ കാല് ഒടിഞ്ഞ പോലൊരവസ്ഥയായിരുന്നു. അത്രയ്ക്ക് വേദനയായിരുന്നു കേട്ടോ. വല്ല ഹീലും ഇല്ലാത്ത ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ശ്രീ ചേച്ചിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്കും എല്ലാവർക്കും എടുത്ത് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും വാങ്ങിച്ച ഡ്രസ്സൊക്കെ എടുത്ത് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു.
അപ്പുക്കുട്ടനാണെങ്കിൽ സ്പൈഡർമാൻ്റെ പടം എടുത്തിട്ട് അമ്മൂമ്മയെ കാണിച്ചു കൊടുക്കുമായിരുന്നു, വരച്ചത് മുഴുവനായിട്ട്. അങ്ങനെ അമ്മയ്ക്ക് അമ്മ പറഞ്ഞ സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. കാരണം 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നാളെ ഉത്രാടമല്ലേ, അപ്പോൾ അതിന് മുമ്പ് എല്ലാവർക്കും ഇടുന്നൊക്കെ ഇടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തു. നേരെ അർച്ചന ചേച്ചിയുടെ വീട്ടിലോട്ടാട്ടോ പോയത്. അയ്യോ കടിക്കില്ലടാ, കൂടെ കൂടിയോ? പട്ടി ഒന്നും പറയുന്നില്ല. ഞാൻ പോട്ടെ, പോയിട്ട് വരട്ടെ. തിന്നാനുണ്ടോ? എന്തോ ഉള്ളേ? ഉണ്ടോ? എന്നാ തിന്നിട്ട് വരാം. ഈ പെണ്ണിന് വേറെ ജോലിയൊന്നും ഇല്ലേ? എന്താ ഇഷ്ടപ്പെട്ടത് നോക്കിട്ട് പറ. ഇഷ്ടപ്പെട്ടത് നോക്കിട്ട് ഓണക്കൂടി ഇഷ്ടപ്പെട്ടത് നോക്കിട്ട് പറ. ഞാൻ ബ്രൈറ്റ്നർ എടുക്കാഞ്ഞതേ എനിക്ക് പള്ളിയിലൊക്കെ സ്നേഹം മാത്രം മതി, ഞാൻ മരിക്കുന്നവരെ എനിക്കിതൊന്നും വേണ്ടാന്ന്. ഒന്നുകൂടെ പറ, ഒന്നുകൂടെ പറ, കേക്കട്ടെ. ഓ അവിടെ കൊട്ടിയും ഹോളി ക്രോസിലും ഒരു അപ്പുക്കുട്ടൻ ഇവിടെ ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തി കഴിക്കാൻ വേണ്ടി ഷീജാൻറ്റിയുടെ കൂടെ പോയി. ഞാനാണെങ്കിൽ വീട് പോയി കാണട്ടെ, പെയിന്റ് എവിടം വരെ ആയെന്നൊക്കെ കാണട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ടാറ്റ, ഗേറ്റ് അടച്ചോളാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അത് മതി. വൃത്തിയായി വീഡിയോ. അപ്പോൾ ഇനി ഞാൻ വീടൊക്കെ ഒന്ന് കണ്ടപ്പോഴാട്ടോ മനസ്സിനൊരു ആശ്വാസമായത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇന്ന് രാത്രി ഇനി എഡിറ്റ് ചെയ്ത് ഇത് ഇടാൻ നിൽക്കണം. ഞാനൊരു കോലമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അപ്പുക്കുട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോവാം. ഇവിടെ ചോറ് മീൻകറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അവനപ്പോൾ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി തിന്നാൻ വേണ്ടി നിന്നതാണ്. പിന്നെ ഞാനെന്ത് നോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, സീ യു.